ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇനി ബിസിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ കുറേ നാളായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ട് കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് ഓഫ് റോഡ് ഒന്നും പോകുന്നില്ല. അപ്പോൾ ഈ വീഡിയോ തന്നെ നമ്മൾ മുന്നേ ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പം ഞാനത് നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നു. ഇതിനു മുമ്പുള്ളൊരു വീഡിയോ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് കണ്ടപ്പോൾ ഒരു പുതുമ തോന്നി, ഇതൊന്ന് നിങ്ങളെ കാണിക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെ അതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ വരുന്നത് കേട്ടോ. ഒരു ചെറിയ ടീഷർട്ട് ബ്രാൻഡ് നമ്മൾ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ വെബ്സൈറ്റും കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. താമസിയാതെ തന്നെ അത് നമുക്ക് മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 100% കോട്ടൺ ടീഷർട്ട് ആണ്. ഓഫ് റോഡ്, അഡ്വഞ്ചർ, അങ്ങനെയൊക്കെയുള്ള ഒരു തീം ബേസ് ചെയ്തിട്ടുള്ള ടീഷർട്ടുകളാണ്. ഇഷ്ടപ്പെട്ട വണ്ടികളും ഇങ്ങനെ പോകുന്ന ആൾക്കാരുടെ ഒരു തീം, ബൈക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള തീം, പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള തീം, ക്രിയേറ്റ് യുവർ ഓൺ വൈൽഡ്, ഇത് 20 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുകൾ ആണ് നമ്മളെ ടീഷർട്ട് ആയിട്ടുമാണ് നമ്മുടെ ടീഷർട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് ഏകദേശം ലോഞ്ച് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങി നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം. അപ്പം നമ്മുടെ കൂടെയുള്ള വണ്ടികളാട്ടോ ഈ കിടക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഒരു ചെറിയ ടാർപ്പൊക്കെ അടിച്ച് നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുവാണ്. ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് കൂടെയുള്ള ഒരു വണ്ടിയാണ് പജീറ സ്പോട്ട്. അപ്പം ഇത് നമ്മുടെ ആൻഡോബായി കൊണ്ടുവന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ജിപ്സി ആയിരുന്നു ആളെ. അപ്പോൾ ഇപ്രാവശ്യം പജീറോ സ്പോട്ട് കൊണ്ടാണ് വന്നത്. അപ്പോൾ ഇത് വണ്ടി, ഇതിൻ്റെ ടയറൊക്കെ നോർമലി 80 ടയറാണ് കേട്ടോ കിടക്കണേ. അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മളിവിടെ ചെയ്ത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡിലിട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റിലിട്ട് കഴിഞ്ഞാൽ വണ്ടി താന്നു പോകുള്ളൂ. പിന്നെ നമ്മുടെ പ്രജൽബായിയുടെ CRDA. അപ്പോൾ ഇതിൻ്റെ ടയർ എന്ന് പറഞ്ഞാണെങ്കിൽ MT ടയർ, മാക്സസിൻ്റെ MT ടയർ ഇട്ടിട്ട് ഒരു വണ്ടിയാണ്. പിന്നെ ഇത് അത്യാവശ്യം ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടി. പിന്നെ ഇതിന് ഡിഫ് ലോക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ജിമ്നിക്കുട്ടനാണ്. ജിമ്നിക്കുട്ടനെ അറിയാലോ, നമ്മുടെ ടയർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 235 ആണ് RT ടെറൈൻ. അത് ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, സൂപ്പർ, തകർത്തോ? പിന്നെ അയ്യോ, എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് മെൽവിന്റെ വണ്ടിയല്ലേ? ഇതെന്റെ വണ്ടിയാണ്. ഇത് എത്ര മോഡൽ? ഫ്രണ്ട് കുറെ മാറ്റിട്ടുണ്ട്, ഗ്രില്ല് ഫുൾ ഈ ഒരു വശം മൊത്തം നമ്മൾ മാറ്റി, ഫുൾ അങ്ങ് മാറ്റിട്ടുണ്ട്. ഇതിന്റെ നോർമൽ ഗ്രില്ലായിരുന്നു. ഗ്രില്ല് മാറ്റി, ഹെഡ്ലൈറ്റ് മാറ്റി, കിങ് കോങ് ഹെഡ്ലൈറ്റ് ആണ്. ഓക്കെ. ഇത് LED വന്നിട്ടുണ്ട്. LED 3 കളർ ലൈറ്റ് കത്തുന്നത്, യെല്ലോ, ബ്ലൂ, വൈറ്റ്. ഓക്കെ. പിന്നെ ഫോഗ് ലൈറ്റ് ഫുൾ മാറ്റിട്ടുണ്ട്. DRL, കോർണറിംഗ് ലൈറ്റ്, DRL എല്ലാം ഉണ്ട്. അടിപൊളി. പിന്നെ ഇതിന് ഒരുപാട് ഞാൻ ശ്രദ്ധിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗാർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തൊട്ട് ബാക്ക് ഫുൾ അണ്ടർബോഡി ഗാർഡാണ്. അണ്ടർബോഡി ഗാർഡ് അടി അടിച്ചാൽ ഒന്നും പറ്റില്ല. അത് സേഫ്റ്റിയാണ്. നമ്മുടെ വണ്ടിക്ക് ഉണ്ടല്ലോ കംപ്ലീറ്റ് ഗാർഡുകൾ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ വണ്ടി നമ്മൾ എത്ര ഓഫ് റോഡ് ചെയ്യുമ്പോഴും തട്ടു എന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രോബ്ലം, ആ നട്ടുകളുണ്ടോ, ആ നട്ട് ഇതിനകത്തേക്ക് താന്നിരുന്നിട്ട് അടിച്ച് വളഞ്ഞു നിൽക്കണുണ്ടോ? അടിച്ച് വളഞ്ഞിട്ടുണ്ട്. ടയർ മാത്രം ചേഞ്ച് ചെയ്തിട്ടില്ല അല്ലേ? പിന്നെ വേറൊരു സംഭവം മെയിൻ ആയിട്ട് ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ താറിന്റെ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ബാക്കിൽ ലഗേജ് സ്പേസ് കുറവാ. ഓക്കെ. നമ്മുടെ ബാക്കിലെ സീറ്റ് സ്ലൈഡിങ്ങും ഡബിൾ ഫോൾഡിങ്ങും ആക്കിയിട്ടുണ്ട്. ഓക്കെ. അത് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്ന് അവിടെ കുറച്ച് ലിവർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇച്ചിരി ലെഗ് സ്പേസ് വേണമെങ്കിൽ ഇത് ഫുൾ അങ്ങോട്ട് ഇറങ്ങിക്കാൻ പറ്റും. ഓക്കെ 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 ഓക്കെ. ഇത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തേക്കുമല്ലേ? ചെയ്തേക്കുന്നത് ഫുൾ കസ്റ്റം ചെയ്തേക്കുന്നത്. ഓക്കെ. പിന്നെ ലഗേജ് സ്പേസ് ഇനിയും വേണമെങ്കിൽ ഫുൾ ഇങ്ങോട്ട് നീക്കുക. അപ്പൊ ലഗേജ് സ്പേസ്, അപ്പൊ ലഗേജ് നമുക്ക് കൂടാം. നമുക്ക് ആളില്ലേ, നമുക്ക് കുറച്ചുകൂടെ ഇങ്ങോട്ട് മുന്നോട്ട് മാറ്റിയിടാം. ചെറിയ ആൾക്കാരെ, പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് മാറ്റിയിട്ട് ഇത് ഡബിൾ ഫോൾഡിങ്, ഇത് ഫോൾഡ് ചെയ്യാം, പിന്നെ ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. സംഭവം. ഓക്കെ. ഇത് നമ്മൾ എവിടെയാണ് ഇത് ഫിറ്റ് ചെയ്തത്? ഇത് വിൻ 4x4. വിൻ 4x4. എത്ര രൂപ ചെലവ് വന്നു? ഇതിനൊരു 13,000 13,000. ഏത് നമ്മൾ സീറ്റ്, നമ്മൾ ഒറിജിനൽ കമ്പനി സീറ്റ് തന്നെ, പക്ഷെ അടിയിലത്തെ ഫിറ്റിംഗ്സുകൾ മാറ്റം വന്നു അല്ലേ? ഫ്രെയിം കേട്ടിട്ട് ലിവർ ഇട്ടേക്കും. ഓക്കെ. ഒരു ഫ്രെയിം വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ ഫ്രെയിം മൊത്തത്തിൽ അഴിച്ചു മാറ്റാൻ പറ്റുമോ? പിന്നെ വേണമെങ്കിൽ ഇത് പുറകോട്ട് നമുക്ക് ഫോൾഡ് ഇത് ചെരിച്ചിടാൻ പറ്റുമോ? സീറ്റ് ഫുള്ള് സെമി സ്ലീപ്പർ. ഓക്കെ ഓക്കെ. ഇതാണ് താറിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യണേ. അപ്പൊ ഇത് തന്നെ കുറച്ച് ഇഷ്യൂ സോൾവ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല. പിന്നെ സബ്വൂഫർ കേട്ടിട്ടുണ്ട്. സബ്വൂഫർ, ആക്റ്റീവ് സബ്വൂഫർ സീറ്റിന് അടി വരുന്ന, കാരണം ലഗേജ് സ്പേസ് കുറയുന്നോണ്ടേ സീറ്റിന്റെ അടിയിലുള്ള ആക്റ്റീവ് സബ്വൂഫർ വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതിന്റെ അടിയിൽ വന്നിട്ടുണ്ടല്ലേ സബ്വൂഫർ വെച്ചേക്കുന്നത്. വേറെ ഉള്ളിൽ പിന്നെ വേറെ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമ്മള് സീറ്റ് കവർ മാറ്റിട്ടേ ഉള്ളൂ. വേറെ ശരിക്കും ഗാർഡുകൾ ആണ് നമ്മുടെ വണ്ടിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം അല്ലേ? വേണ്ടത്. പിന്നെ ഉള്ളത് മാർക്കർ ലൈറ്റ്സ് വെച്ചേക്കുന്നത്. അത് റീസെന്റ് വെച്ചാണ്. അതാണ് റിസ്കി. നാട്ടിൽ പോകണേ പോലീസ് നോക്കും. അതായത് ക്യാമറയിൽ അടിച്ചു വരും. നാട്ടിൽ പോകണമെങ്കിൽ ലൈറ്റ് ഫുൾ ഓഫ് ആക്കി അടിച്ചിട്ട്. അപ്പൊ നമ്മള് ഈ ഡിഫറൻഷ്യലിന്റെ ഇവിടുത്തെ ഗാർഡ് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് എത്ര? ഏതാ? ഹൗസിംഗിന്റെ. ഓ, അടിപൊളി. അത് കൊള്ളാം.
പിന്നെ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സസ്പെൻഷൻ കണ്ടോ, സസ്പെൻഷൻ അങ്ങ് അടിയിലേക്ക് താന്നിരിക്കുന്നുണ്ട്. അതിന് ഫുൾ മാറ്റാനാ, ആക്കാൻ വേണ്ടിയാ. ഓ, പിന്നെ കുറച്ച് സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം ഇതുണ്ടല്ലേ, ഇൻസ്റ്റാഗ്രാം. അടിപൊളി. വേറെ ഇവിടെ വേറെ ഓഫ് റോഡ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്? ഇവിടെ നമ്മൾ ബാംഗ്ലൂർ ഒരുമാതിരി എല്ലാം കറങ്ങിയിട്ടുണ്ട്. ഉണ്ടല്ലേ? നല്ലൊരു ഡിഫിക്കൽട്ട് ടെറൈൻ ഉണ്ടായിരുന്നു ഇവിടെ. ഇത്രയും സ്റ്റീപ്പിൽ കിടക്കുന്ന ഭയങ്കര ലൂസ് ഗ്രേവിയിലായിട്ട് ടെറൈൻ ഉണ്ട്. എവിടെയാ? അത് നമ്മുടെ മഗാടി റോഡിന്റെ അപ്പുറത്തായിട്ട് വരും. അവിടെ താറ് 3ാമത്തെ ട്രയലാണ് കയറിയത്. കാറ്റ് കുറച്ചിട്ട് അത്രക്ക് ഇത്ര സ്റ്റീപ്പ് ഇല്ല. നല്ല വ്യൂ, ലേക്ക് വ്യൂ. രാവിലെ ഉണ്ടെങ്കിൽ പീക്കോക്ക് ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ പറഞ്ഞ നല്ല വ്യൂ. അടിപൊളി. നമുക്ക് ഒരു ദിവസം പോകാല്ലേ? അതോ എങ്ങനെയുണ്ട് ഈ നമ്മുടെ പജൂറ സ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? നല്ല വണ്ടിയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് ഞാൻ ഫോർച്യൂണർ ട്രൈ ചെയ്തായിരുന്നു. അതിനേക്കാളും കുറച്ചുകൂടെ റൈഡ് കംഫർട്ട് അല്ലേ, സ്പേഷ്യസ് ആണ്. ഓക്കെ. ഞാനൊരു കാര്യം പറ്റേ, നമ്മൾ ഈ പജീറോ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സർവീസ്. ഇപ്പൊ നാട്ടില് നമുക്ക് അവൈലബിൾ ആണോ എന്തെങ്കിലുമൊക്കെ? അല്ല, നമുക്കിപ്പോ റാന്നിയിലൊക്കെ അടുത്താണ്. എന്റെ വീട് റാന്നിയാണ്. റാന്നിക്ക് അടുത്താണ് നമുക്ക് പാലായില് ജോസി മൊബൈൽ വണ്ണിന്റെ അവിടെ പോയി ചെയ്യാൻ പറ്റില്ല. പാർട്സ് ഒക്കെ ഏത് സമയത്ത് അവൈലബിൾ ആയിരിക്കും? ഫുൾ അവൈലബിൾ. ബാംഗ്ലൂർ നമുക്ക് ഈ സമയത്ത് എന്തായാലും അല്ല. പിന്നെയും ചില കോസ്മെറ്റിക് പാർട്സ് മാത്രം, ഇപ്പൊ ഇന്ത്യയിലുള്ള ചില AC വെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോബോ അങ്ങനെയുള്ള ചിലപ്പോൾ ഒരു 1 വീക്ക് ഡിലേ വരാറുണ്ട്. ബാക്കി മെക്കാനിക് പാർട്സ് എല്ലാം നമുക്ക് ബാംഗ്ലൂർ റെഡി അവൈലബിൾ. ഓക്കെ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഡൽഹി ബേസ്ഡ് വെന്റേഴ്സ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് എടുത്താലത്തെ ഗുണം പറഞ്ഞാൽ ഇവിടെ നമ്മള് മിസ്സൂഷിയുടെ സർവീസ് സെന്ററില് ഇപ്പം 1000 രൂപ ആണെങ്കിൽ അവിടെ നമുക്ക് 700 രൂപയ്ക്ക് ഡൽഹിയിൽ സാധനം കിട്ടും. ഒരു 40-45% നമുക്ക് ഡിസ്കൗണ്ട് അവിടെ നിന്ന് കിട്ടും. ഇതിന് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല, സ്റ്റോക്കാണ്. ഈ പിന്നെ ഇതൊക്കെ ഈ റോക്ക് സൈഡ് വണ്ടിയിൽ തന്നെ വരുന്നതല്ലേ? വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ടയർ എന്ന് പറഞ്ഞാൽ ടയറും നോർമൽ ടയർ AG അല്ലേ? 265/17. അതെ അല്ലേ? HP അല്ലേ? ഹൈവേ ഇതാണോ ടെറൈൻ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ സാധനം അത്യാവശ്യം ഒരു MT ഒക്കെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാം അടിച്ച് പൊളിച്ച്. പക്ഷെ ഇതൊരു ഓപ്പൺ ഡിഫറൻഷ്യൽ ആണെന്ന് തോന്നുന്നു അല്ലേ വണ്ടി? ഡിഫ്ലോക്ക് ഉണ്ട്. സെപ്പറേറ്റ് കയറ്റിയിരിക്കണേ? സെൻട്രൽ ഡിഫ്ലോക്ക് ആണ്. റിയർ ആൻഡ് ഫ്രണ്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിഫ്ലോ അല്ല, സെൻട്രൽ ഡിഫ്ലോക്ക് ആണ്. ഓക്കെ. അതിന്റെ ഒരു ചെറിയ ബെനിഫിറ്റ് കൂടെ കിട്ടും. പിന്നെ നമ്മൾ ഉള്ളിലൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാരക സ്പേസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് നമുക്ക് അങ്ങ് മറിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഒരു വീട് പോലെ കിടന്നുറങ്ങാം. ഇത് ഫുള്ള് ബെഡാവും. റേസിസ്റ്റുകൾ വരുന്നുണ്ട്. റേസിസ്റ്റുകൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അതുവരെ ബൈ.